ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഈശാവാസ്യോപനിഷത്ത് പതിനാല് മന്ത്രമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്: വിദ്യയെയും അവിദ്യയെയും ഒരുമിച്ച് ഉപാസിക്കുന്നവർക്ക് ക്രമമുക്തി. ഇവിടെ ഭാഷ്യത്തിലൂടെ വിശദീകരിച്ചിട്ടില്ലെങ്കിലും വിദ്യാവിദ്യകൾ രണ്ടും ഒരുമിച്ച് ഉപാസിക്കുന്നവർ, ഒരുമിച്ച് ഉപാസിക്കുക എന്ന് വെച്ചാൽ വിദ്യ എന്ന് പറയുന്നത് ഉപാസന, അവിദ്യയെ എന്ന് പറയുന്നത് കർമാനുഷ്ഠാനം. ഇപ്പൊ രണ്ടിനെയും ഒരുമിച്ച് ഉപാസിക്കുക എന്നല്ല പറയേണ്ടത്. വിദ്യ എന്ന് പറയുന്ന ഉപാസന, അവിദ്യ എന്ന് പറയുന്ന കർമ്മം. അപ്പോൾ ഉപാസനയും കർമ്മത്തെയും ഒരുമിച്ച് അനുഷ്ഠിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല രണ്ടിനെയും ഒരുമിച്ച് ഉപാസിക്കുക എന്നുള്ളതല്ല. അതിലൊന്ന് മാത്രമേ ഉപാസനയുള്ളൂ, മറ്റൊന്ന് കർമാനുഷ്ഠാനമാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വരുന്ന പെശകാണ്. വിദ്യയും അവിദ്യയും ഒരുമിച്ച് ഉപാസിക്കുക എന്നല്ല. വിദ്യ ഉപാസന, അവിദ്യ കർമ്മം. അപ്പോൾ ഉപാസനയും കർമ്മത്തെയും ഒരുമിച്ച് അനുഷ്ഠിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല രണ്ടും ഒരുമിച്ച് ഉപാസിക്കുക, അവർക്ക് ക്രമമുക്തി എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഉപാസനയും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിക്കുന്നവർക്ക് അതിനും പറയുന്നുണ്ട് നിഷ്കാമമായി അനുഷ്ഠിക്കുന്നു. നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോൾ ഈ ഉപാസനയും കർമ്മവും അവർക്ക് ക്രമമുക്തി ഉണ്ടാകും. അങ്ങനെ പറയാൻ കാരണം ദേവത ഉപാസന അത് ഫലത്തെ ഉദ്ദേശിച്ചുമാകാം. അപ്പോൾ സ്വർഗ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദേവത ഉപാസന അനുഷ്ഠിക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നത് സ്വർഗഫല പ്രാപ്തിക്ക് വേണ്ടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രമമുക്തി ഉണ്ടാകും. ആ ബ്രഹ്മഭുവനാം ലോക പുനരാവർത്തനോർജുന ഗീതി പറയുന്നുണ്ട്. ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഉപനിഷത്തുകളിൽ ബ്രഹ്മലോകത്ത് നിന്ന് ക്രമമുക്തിയും വരുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മലോകത്ത് തന്നെ തിരിച്ചു വരുന്ന തലങ്ങളും മോക്ഷത്തിന്റെ തലങ്ങളുമുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്നത് കാമനയോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അവിടെ ബ്രഹ്മലോകത്ത് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അവിടുത്തെ സുഖഭോഗങ്ങൾ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം പ്രാപിച്ച് തിരിച്ചു വരും. അവിടെ നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇവ ഉപാസനയും കർമ്മവും അവർക്ക് ക്രമമുക്തി. അത് ഹിരണ്യഗർഭൻ, അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഹിരണ്യഗർഭൻ പരസ്യന്തി കൃതാത്മന. ആ ഹിരണ്യഗർഭന്റെ അവസാനം, കൽപ്പത്തിന്റെ അവസാനം ഹിരണ്യഗർഭൻ അവർക്ക് ജ്ഞാനോപദേശം ചെയ്യും. അവിടെ ഇരിക്കുന്ന യോഗികൾക്ക് ഹിരണ്യഗർഭൻ ജ്ഞാനോപദേശം ചെയ്യുന്നതാണ്. അങ്ങനെ അവര് മോക്ഷം നേടുന്നു. മോക്ഷം നേടുകയെന്ന് വെച്ചാൽ പിന്നീട് സംസാരത്തിലേക്ക് വരുന്നില്ല. ഹിരണ്യഗർഭ ലോകത്തിലിരിക്കുന്ന അധികാരി പുരുഷന്മാര് ബ്രഹ്മസൂത്രത്തിനും മറ്റും പറയുന്നു, അവരെല്ലാവരും അങ്ങനെ മുക്തരായിത്തീരുന്നു. ഒരു കൽപ്പാന്തം വരെ അവിടെ സ്ഥിതി ചെയ്തിട്ട് അത് പറയുന്നുണ്ട്. ഇവിടെ രണ്ടാമത് പറയുന്ന സംഭൂതി അസംഭൂതി ഉപാസന, അത് വേറെ തരത്തിലുള്ള ഉപാസനയാണ്. അത് ഇതിനേക്കാൾ സൂക്ഷ്മം എന്ന് പറയാനില്ല ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമായ സംഭൂതി അസംഭൂതി ഉപാസന ഒരുമിച്ച് ചെയ്യുന്നവർക്ക് പ്രകൃതി ലയവും അനന്തരം സംസാര ബന്ധനം എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടാമത് പറയുന്ന അതിൽ പറയുന്നത് അത് മറ്റേതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്നില്ല. രണ്ടാമത് പറഞ്ഞതുകൊണ്ട് ശ്രേഷ്ഠമാവുന്നില്ല. അതുപോലെ അവിടെ പ്രകൃതി ഉപാസന, പ്രകൃതി ജഡാത്മികയായ പ്രകൃതിയാണ്. ആ പ്രകൃതി ഉപാസിക്കണം. പ്രകൃതിയെ ഉപാസിക്കുന്നത് ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ അവിടെ സുഖാനുഭവം ഉണ്ടാകുന്നില്ല. സുഷുപ്തി പോലെ സുഷുപ്തിയിൽ
ദുഃഖനിവൃത്തി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അതുപോലെ പ്രകൃതിയിൽ ലയിച്ചിരുന്നാലും പൂർണ്ണം ശതസഹസ്രം തിഷ്ഠന്തി അവ്യക്തചിന്തകാഹ, വായുപുരാണത്തിൽ പറയുന്നതാണ്. പൂർണ്ണം ശതസഹസ്രം, ശതസഹസ്രം എന്ന് പറഞ്ഞാൽ 100,000 പൂർണ്ണ മന്വന്തരങ്ങൾ തിഷ്ഠന്തി, ആ പ്രകൃതിയിലിരിക്കുന്ന അവ്യക്തചിന്തകാഹ, പ്രകൃതി ഉപാസിക്കുന്നവരെന്നാണ്. 100,000 മന്വന്തരങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു. അത് മറ്റതിനേക്കാൾ ശ്രേഷ്ഠമല്ല. 2 തരത്തിലുള്ള ഉപാസന. അപ്പൊ അതിന്റെ ഫലം ഇന്നതായിക്കൂടെ എന്ന് നമുക്ക് കൽപ്പിക്കാനൊക്കത്തില്ല. കാരണം ഇതിനെല്ലാം പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നു. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം എന്ന് വേദം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭവപ്രത്യോ വിദേഹ പ്രകൃതിലയാനം യോഗസൂത്രങ്ങളിൽ പറയുന്നുണ്ട്. ഭവപ്രത്യം ആണ് വിദേഹ പ്രകൃതിലയാനം. പ്രകൃതിലന്മാർക്ക് വീണ്ടും ജന്മമുണ്ടെന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ അത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ന കർമ്മത്തിനല്ലെങ്കിൽ ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലമാണ്. ആ കർമ്മവും ആ ഫലവും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കർമ്മത്തിന് ഇന്ന ജ്യോതിഷ്ഠോമം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം തന്നെ ആകണോ, വേറെ എന്തെങ്കിലും ആയിക്കൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അത് നമ്മുടെ ചിന്തയ്ക്കും ഇന്ദ്രിയ വിഷയമായൊരു കാര്യമല്ല, ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ല. അതുകൊണ്ട് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. ശാസ്ത്രത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതാണ് അതിന്റെ ഫലം, അതാണ് അതിന്റെ ബന്ധം എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിൽ യുക്തിയില്ല എന്നർത്ഥം. യുക്തി പ്രയോഗിക്കാൻ പറ്റത്തില്ല. യുക്തി പ്രയോഗിക്കാനുള്ളൊരു തലമുണ്ട്, അതിനപ്പുറം യുക്തിക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇന്ന കർമ്മം അനുഷ്ഠിച്ചാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ അതിനെന്താ യുക്തി? യുക്തിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിനും അത് നമ്മുടെ യുക്തി ചിന്തയുടെ വിഷയമല്ല. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ഇന്നത് ചെയ്താൽ ഇന്ന ഫലം. അത് ആ കർമ്മത്തിലും ഫലത്തിലും വിശ്വാസമുള്ളവരത് ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു യുക്തിചിന്തയുടെ വിഷയമല്ല. ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത് വേദം നിർദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. വൈദികന്മാർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരല്ല. യുക്തിചിന്തയുടെ വിഷയം അതല്ല. അതുകൊണ്ട് ഈ സംഭൂതി അസംഭൂതി സമുച്ചയാനുഷ്ഠാനത്തിന്റെ ഫലം പ്രകൃതിലയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആകാമോ എന്ന് ചോദിച്ചാൽ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർക്ക് അതാണ് എന്ന് സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അതല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അനുഷ്ഠാനമില്ല, അങ്ങനെ ഒരു ഫലമില്ല എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അടുത്ത് ചോദിക്കുന്നത് ഇഷ്ടദേവതയെ പരമാത്മാവായി നിഷ്കാമമായി ഏകാഗ്രതയോടെ ഉപാസിച്ചാൽ ജീവൻ മുക്തി ലഭിക്കുമോ? ശങ്കരാചാര്യർ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഇഷ്ടദേവത ഉപാസനയെക്കുറിച്ച് അദ്വൈതത്തിനും പറയുന്നുണ്ടല്ലോ. വൈദികമായ ആ ഉപാസനാ രീതികൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് പിന്നെ ഒരു പൗരാണിക തലത്തിലേക്ക് വരുമ്പോഴാണ് ഇഷ്ടദേവത ഉപാസന വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഉപാസനാ സമ്പ്രദായങ്ങളെല്ലാം വൈദികമായ ഉപാസനയിൽ നിന്ന് പരിണമിച്ചു വന്നതാണ്. അപ്പൊ അദ്വൈതത്തിലും അത് അംഗീകരിക്കുന്നുണ്ട്. ഇഷ്ടദേവത ഉപാസന എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, എല്ലാ തരത്തിലുള്ള ഉപാസനകളെയും ഇവിടെ സ്വീകരിക്കുന്നു. അതിപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. വേദത്തിൽ നിർദ്ദേശിക്കുന്ന എല്ലാ ഉപാസനകളും അപ്പോൾ പുരാണങ്ങളിൽ വരുന്നതായാലും ശരി, ഏതെങ്കിലും പ്രത്യേക ആചാര്യ സമ്പ്രദായങ്ങളിൽ വരുന്ന ഉപാസനകളായാലും ശരി, ഇതിനെല്ലാത്തിനും സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം മുക്തിക്ക് ഉപകരിക്കുമെന്ന് തന്നെ പറയുന്നത്. പിന്നെ ശങ്കരാചാര്യർ പറയുന്നതിൽ ഇത്രയേ ഉള്ളൂ, ഒരു ഉപാസനയും നേരിട്ട് മുക്തിയെ കൊടുക്കുന്നില്ല. മുക്തി വേണമെങ്കിൽ അതിന് തൊട്ട് മുമ്പിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. ജ്ഞാനത്തിൽ നിന്നേ മുക്തിയുള്ളൂ. എന്ത് ഉപാസന ചെയ്താലും ശരി, എന്തനുഷ്ഠാനം ചെയ്താലും ശരി, അതെല്ലാം ജ്ഞാനമുണ്ടാകുന്നതിന് സഹായിക്കുമെങ്കിൽ മുക്തിക്കും അത് സഹായിക്കും. ശങ്കരാചാര്യർ പറയുന്ന ഇതാണ്, ജീവാത്മ പരമാത്മ ഏകത്വ ബോധം ജ്ഞാനം. ആ ജ്ഞാനം കൂടാതെ മോക്ഷമില്ല. എന്തുകൊണ്ട്? സംസാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനമാണ്. അജ്ഞാനം ജ്ഞാനം കൊണ്ടേ നശിക്കത്തുള്ളൂ. ഇപ്പൊ അജ്ഞാനത്തിൽ നിന്ന് മോചനം, അജ്ഞാനം നശിക്കണം, അതാണ് അതിൽ നിന്നുള്ള മോചനം. അത് ജ്ഞാനം കൊണ്ടേ നശിക്കും.
അപ്പൊ അജ്ഞാനനാശം കൂടാതെ മോക്ഷമില്ല. അപ്പൊ മോക്ഷത്തിന് ജ്ഞാനം കൂടിയേ തീരും. ഇരുട്ടിനെ വെളിച്ചത്തിനല്ലാതെ നശിപ്പിക്കാൻ കഴിയത്തില്ല. വേറെ ഒരു ഉപായം കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. വെളിച്ചം കൊണ്ടേ അത് കഴിയും. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം കൊണ്ടേ അജ്ഞാനം നശിക്കത്തുള്ളൂ. അപ്പോൾ അജ്ഞാനം നശിക്കുന്നതിന് ജ്ഞാനം ഉണ്ടാവണം. ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് എല്ലാം സഹായിക്കും. കർമ്മവും ഉപാസനകളും എല്ലാം സഹായിക്കുന്നു. അപ്പോൾ ഉപാസന എങ്ങനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അദ്വൈത മതമനുസരിച്ച്. ഉപാസന ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് ആ ദേവതാ പ്രസാദം, അതാണ് ഉപാസനയുടെ ഫലം. ആ ദേവതയുടെ അനുഗ്രഹം ജ്ഞാനപ്രാപ്തിക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്, ജ്ഞാനത്തിനുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് ജ്ഞാനപ്രാപ്തിക്കും ആ ദേവത അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഇഷ്ടദേവതയുടെ ഉപാസന കൊണ്ട് ഇഷ്ടദേവതയുടെ പ്രസാദം ഉണ്ടാവും, അനുഗ്രഹം. അതുകൊണ്ട് ജ്ഞാനം പ്രാപിക്കാം, മോക്ഷം ഉണ്ടാവും. അതാണ് ഇടയ്ക്ക് ജ്ഞാനം എന്നുള്ള ഒന്നിനെ കൂടെ അംഗീകരിക്കേണ്ടി വരും. കാരണം അജ്ഞാനത്തെ അതിനെ നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇഷ്ടദേവതയുടെ ഉപാസന ജീവൻ മുക്തിക്ക് കാരണമാകും എന്നുള്ളത് അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ശരിയാണ്. അതിനും സകാമ നിഷ്കാമ ഭാവനയുണ്ട്. സകാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏത് കാമത്തോടുകൂടിയാണോ അനുഷ്ഠിക്കുന്ന ആ ഫലം കൊടുക്കും. സ്വർഗത്തെയാണ് കാമിക്കുന്നതെങ്കിൽ ആ ഫലം കൊടുക്കും. അപ്പൊ അവിടെ മോക്ഷം ഇല്ല, ജ്ഞാനമില്ല. നിഷ്കാമമായ അനുഷ്ഠാനമാണ് അതിനും ആവശ്യം. അപ്പൊ അത് ജീവൻ മുക്തി അത് കാരണമായി തീരും എന്ന് തന്നെയാണ് അദ്വൈത സിദ്ധാന്തത്തിനും പറയുന്നത്. അത് ഇഷ്ടദേവത ഉപാസന മാത്രമല്ല, മറ്റ് ഏതെല്ലാം അനുഷ്ഠാനങ്ങൾ, യോഗ അനുഷ്ഠാനങ്ങൾ, ഹഠയോഗം, ഏതെല്ലാം തരത്തിലുള്ള യോഗങ്ങളുണ്ട്, അത് ഒരു തരത്തിലെങ്കിലും വേറൊരു തരത്തിൽ ഒരു സാധകനെ സഹായിക്കും, മോക്ഷത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ സമ്പ്രദായങ്ങളെയും എല്ലാ ആരാധനാ രീതികളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം അദ്വൈതത്തിൽ ഉൾക്കൊള്ളാമെന്നുള്ളത് അതുകൊണ്ടാണ്. മറ്റ് ദ്വൈത സമ്പ്രദായങ്ങൾക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദ്വൈത സമ്പ്രദായങ്ങൾ ബാക്കി എല്ലാത്തിനും ഉൾക്കൊള്ളും, പക്ഷെ അദ്വൈതത്തെ ഉൾക്കൊള്ളത്തില്ല. അതേസമയം അദ്വൈതം ഓരോ തലത്തിൽ എല്ലാ ദ്വൈത സമ്പ്രദായങ്ങളെയും ഉൾക്കൊള്ളുന്നു. മുഖ്യമായി അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അദ്വൈത ഒരു ദർശനം എന്നുള്ള നിലയ്ക്ക് അദ്വൈതത്തിന് ഉള്ള പൂർണ്ണത അത് മറ്റുള്ളതിന് ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ് അദ്വൈതത്തിന്റെ സവിശേഷത. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ള ഇത് അത് വളരെ യുക്തിയുക്തമായിട്ടാണ് ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത്. അതിൽ ഒരു നിർബന്ധം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരു ദർശനങ്ങളുമായിട്ടും അദ്വൈതത്തിന് വിരോധമില്ല. അപ്പൊ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കത്തില്ല, അങ്ങനെയെല്ലാം വരും. അതെല്ലാം അതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 6 മന്ത്രങ്ങളിലായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഈ വിഷയങ്ങളിൽ തന്നെ ബാക്കി എല്ലാ ദ്വൈത സിദ്ധാന്തങ്ങളും അന്തർഭവിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ പറയുന്ന 6 മന്ത്രങ്ങളിലുണ്ട്. അതായത് ഇവിടെ കർമ്മങ്ങളെയും ഉപാസനകളെയും എല്ലാം അംഗീകരിക്കുന്നു. അപ്പോൾ ദ്വൈത സിദ്ധാന്തങ്ങളിലും പറയുന്നതാണ്, കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു. അത് തന്നെ ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു. അത് അംഗീകരിച്ചതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇഷ്ടദേവത ഉപാസനയെല്ലാം അദ്വൈതി സ്വീകരിച്ചു കഴിഞ്ഞു. അദ്വൈതത്തിന് ഇതൊന്നും വിരോധമുണ്ട്. പലരും ഈ അദ്വൈതത്തെ ഭയക്കുന്നുണ്ട്. ഗൗഡപാദാചാര്യസ്വാമിയോട് പറയും, അഭയേ ഭയദർശിന, ഇത് സർവ്വ അഭയപ്രദമാണ്, പക്ഷെ ഇതിനെ ഭയക്കുന്നു. അദ്വൈതത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈതം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയമാണ്, അങ്ങനെ ഭയക്കുന്നു. പക്ഷെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനപ്പുറം പോകുന്നതാണ് അദ്വൈതം പറയുന്നത്. അല്ല അതിനെ നിഷേധിച്ചുകൊണ്ടല്ല, അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതിന് ഈ 6 മന്ത്രങ്ങളും തന്നെ ഇവിടെ ആദ്യത്തെ 3 മന്ത്രങ്ങളിൽ
കർമ്മ ഉപാസന അവിടെ സംശയിക്കാൻ പറഞ്ഞു. കർമ്മത്തെ ഉപാസനയെ ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറഞ്ഞു. അത് നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ കർമ്മമുക്തിക്ക് വരെ കാരണമായി തീരും. രണ്ടാമത് പറഞ്ഞത് 2 തരത്തിലുള്ള ഉപാസനകൾ. പ്രകൃതി പുരുഷ ഉപാസന, അതും സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അതും മോക്ഷതുല്യമായ അവസ്ഥയിൽ അത് എത്തിക്കുന്നു. മോക്ഷത്തിലെത്തിക്കുന്നില്ലെങ്കിലും മോക്ഷതുല്യമായ അവസ്ഥയിൽ എത്തിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? കാരണം ആ ഉപാസനയുടെ ഫലം അതാണ്. അതുകൊണ്ട് പ്രകൃതി ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് അതാണ്. അത് പുരുഷ ഉപാസന കൂടെ ഉള്ളതുകൊണ്ട് അണിമാതി ഐശ്വര്യ പ്രാപ്തികളെല്ലാം ഉണ്ടാവുന്ന എങ്കിലും അവിടെ മോക്ഷം കിട്ടുന്നില്ല. അതിനും പ്രത്യേകതയുണ്ട്. ഈ ക്രമസമുച്ചയം എന്ന് പറയുന്നതിന് എന്താണ്? ക്രമസമുച്ചയത്തിൽ ജ്ഞാനകർമ്മങ്ങളെ ആദ്യം കർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ചിത്തശുദ്ധി നേടുന്നു, ജ്ഞാനത്തെ നേടുന്നു, മോക്ഷം നേടുന്നു. ഇതാണ് ക്രമസമുച്ചയം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് സമസമുച്ചയം. ഇപ്പൊ ഈ 2 പന്ത്രങ്ങളും പറഞ്ഞത് ജ്ഞാനകർമ്മങ്ങൾ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നു. ജ്ഞാനം ഉപാസന, ഇതാണ് സമസമുച്ചയം എന്ന് പറയുന്നത്. ഈ സമുച്ചയത്തിന്റെ ഫലമായി പറയുന്നത് ക്രമമുക്തിയാണ്. ആദ്യം പറഞ്ഞ ഉപാസന കർമ്മ സമുച്ചയത്തിന്റെ ഫലമായി പറയുന്നു ക്രമമുക്തി. ക്രമസമുച്ചയമല്ല, ക്രമമുക്തി. രണ്ടാമത് പറയുന്ന ഇതിലുമുണ്ട് ക്രമമുക്തി. അതായത് 2 ഉപാസനകൾ സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നു. ഒന്ന് ഹിരണ്യഗർഭ ഉപാസന, മറ്റൊന്ന് പ്രകൃതി ഉപാസന. ഈ 2 ഉപാസനകളും സമുച്ചയിച്ച് അനുഷ്ഠിക്കുമ്പോഴും ക്രമമുക്തി ഉണ്ടാകുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ അതിൽ അനുസരിച്ച് ദേവതാ ഉപാസനയും കർമ്മവും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നവർക്ക് അതിനെ ക്രമമുക്തി എന്ന് പറയുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുന്നത് ബ്രഹ്മലോകത്ത് വെച്ചാണ്. ബ്രഹ്മലോകത്ത് പോയി കൽപ്പാന്തം വരെ അവിടെ കഴിഞ്ഞ് ബ്രഹ്മലോകത്ത് നിന്ന് ഹിരണ്യഗർഭൻ ജ്ഞാനോപദേശം കൊടുത്ത് മുക്തരായിത്തീരുന്നതും മറ്റുമൊക്കെയാണ് പല ഭാഗങ്ങളിലായിട്ടത് പറയുന്നതാണ്. പുരാണങ്ങളിലും ഭാഷ്യത്തിനും എല്ലാം കൂടെ ചേർത്ത് പറയുന്ന കാര്യങ്ങളാണത്. പക്ഷേ രണ്ടാമത് പറഞ്ഞതിലും മുക്തിയുണ്ട്. രണ്ടാമത് പറഞ്ഞത് പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഹിരണ്യഗർഭനിൽ നിന്ന് ജ്ഞാനോപദേശം കിട്ടുന്നില്ല, അങ്ങനെ മോക്ഷം കിട്ടുന്നില്ല. പക്ഷെ അതിനുശേഷം അവർക്ക് വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വന്നു കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സ്വർഗത്തിലും മറ്റും പോയി തിരിച്ചു വരുന്നത് ആ പ്രകൃതിയിൽ നിന്ന് മുക്തരായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മോക്ഷം ലഭിക്കുന്നു. എന്നുവെച്ചാൽ ഹിരണ്യഗർഭ ഉപാസനയും മറ്റും കൊണ്ട് ആ ജീവൻ അത്രയും ഉയർന്ന തലത്തെ പ്രാപിച്ചിരിക്കുന്നുണ്ട്. ഇത്രയും കാലം പ്രകൃതിയിൽ ലയിച്ചിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ ഉപാസനയുടെ ഫലമായിട്ട് അവർക്ക് പിന്നീട് സംസാരമില്ല. മനുഷ്യജന്മത്തിൽ അവർ വന്നിട്ട് അവർ വീണ്ടും ആ ജന്മത്തിൽ തന്നെ ജ്ഞാനോപദേശം നേടി മുക്തരായിത്തീരുന്നു. പക്ഷെ അതിനെ ക്രമമുക്തി എന്ന് പറയാറില്ല. കാരണം ക്രമമുക്തി എന്ന് പറയാത്തത് എന്തുകൊണ്ട്? ഹിരണ്യഗർഭ ലോകത്ത് നിന്ന് മോക്ഷം നേടുമ്പോഴാണ് അതിനെ ക്രമമുക്തി എന്ന് പറയുന്നത്. ഇത് ഇവർ തിരിച്ച് പ്രകൃതി ലയം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ജീവനായി വരികയാണ്, മനുഷ്യജന്മം എടുക്കുകയാണ്. അപ്പോൾ മനുഷ്യജന്മം എടുത്തിട്ട് അവിടെ നിന്ന് മോക്ഷം നേടുകയാണ്. വീണ്ടും ജന്മം ഉണ്ട്, മറ്റിടത്ത് വീണ്ടും ജന്മമില്ല. അതുകൊണ്ടാണ് ഇതിനെ ക്രമമുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും മോക്ഷത്തിന് ഇതും കാരണമായി തീരുന്നു. പക്ഷെ വീണ്ടും മനുഷ്യജന്മം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ എന്ന് പറയുന്ന പോലെ ഗീതയിൽ യോഗഭ്രഷ്ടന്മാരെ പോലെ അവർക്ക് പൂർവ്വ സംസ്കാരം കൊണ്ട് ആ സംസ്കാര ബലം കൊണ്ട് അവർക്ക് മോക്ഷം നേടുന്നു. ഇവർക്ക് എന്തുകൊണ്ട് ക്രമമുക്തി ഉണ്ടാകുന്നില്ല? കാരണം ഇവർ ഹിരണ്യഗർഭലോകത്ത് പോകുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതാണ് അത്. രണ്ടാമത്തേനൊപ്പം മോക്ഷമുണ്ട്, ക്രമമുക്തി അല്ല എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യജന്മം എടുത്ത് പിന്നെ മോക്ഷം നേടുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് രണ്ടും
ശ്രേഷ്ഠം തന്നെ. പക്ഷെ മുഖ്യമായിട്ടുള്ളത് ജ്ഞാനമാണ്. ഈ ഉപാസന രീതികളൊന്നുമല്ല. അതുകൊണ്ട് ശങ്കരാചാര്യ സിദ്ധാന്തത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഉപാസനയും കർമ്മവും സമുച്ചയിക്കുന്നുണ്ട്. ഉപാസനകളെ സമുച്ചയിക്കാം, പക്ഷെ കർമ്മവും ജ്ഞാനവും സമുച്ചയിക്കാൻ ഒക്കത്തില്ല. ഇതാണ് കർമ്മവും ജ്ഞാനവും സമുച്ചയിക്കാൻ ഒക്കത്തില്ല ഒരേ സമയം. അതേസമയം നിഷ്കാമ കർമ്മവും ഉപാസനയും സമുച്ചയിക്കും. അത് ഏത് ആശ്രമത്തിലും സമുച്ചയിക്കാം. ഗാർഹസ്ഥ്യത്തിലോ സന്യാസത്തിലോ ഒക്കെ സമന്വയിക്കാം. പരമമായ സന്യാസത്തിലൊന്നിനും സമന്വയിക്കാൻ ഒക്കത്തില്ല. അല്ലാതെ വിദുഷാ സന്യാസത്തിൽ ഇതിനെ സമുച്ചയിക്കാം. ഉപാസനകൾ ഒരാൾക്ക് പല ഉപാസനകളാകാം. ഒരാൾക്ക് ഉപാസനയും കർമാനുഷ്ഠാനവും നിഷ്കാമ കർമാനുഷ്ഠാനവും ആകാം. ഇതെല്ലാം ആകാം. പക്ഷെ കർശനമായി ജ്ഞാനത്തിൽ കർമ്മങ്ങളെയൊന്നും സമുച്ചയിക്കാൻ ഒക്കത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് ഒരാൾ പെട്ടെന്ന് പ്രവേശിക്കുന്നില്ല, ക്രമമായിട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പൊ ആ ജ്ഞാനത്തിലേക്ക് ആരുരുക്ഷോ മുനേറിയോഗ ഗീതയിലും പറയുന്നുണ്ട്. ആരുരുക്ഷമായിരിക്കുന്നവൻ ആ ജ്ഞാനത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് അതിൽ തന്നെ പല തലങ്ങളുണ്ടാവും. പെട്ടെന്നൊരാൾ കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഒരാൾ കിടക്കുന്നില്ല. ശങ്കരാചാര്യ രണ്ടിനെയും വേർതിരിച്ച് കർശനമായി പറയുന്നുണ്ടെങ്കിലും കർമ്മം ജ്ഞാനം ഇങ്ങനെ കർമ്മത്തിൽ നിന്ന് ഒറ്റച്ചാട്ടത്തിൽ ആരും ജ്ഞാനത്തിലെത്തത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് പല തലങ്ങളുണ്ട്. ആരുരക്ഷു യോഗാരൂഢനാകാൻ ആഗ്രഹിക്കുന്നവൻ കടന്നുപോകുന്ന പല പടികൾ. ഈ പടികളിൽ പല ഭാഗങ്ങളിലും ഉപാസന കർമ്മങ്ങളെ അല്ലെങ്കിൽ ഉപാസനകളെ സമുച്ചയിക്കാം. അങ്ങനെ അതാണ് പ്രായോഗികമായി എല്ലാവരും ചെയ്യുന്നത്. അത് തന്നെ. പക്ഷെ ആ പൂർണ്ണമായ ജ്ഞാനത്തിൽ മറ്റൊന്നിനെയും സംശയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഈ പടവുകളെല്ലാം കടന്ന് എത്തിച്ചേരുന്നതാണ് ആരൂഢ പദവി. ആരുരുക്ഷു ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എത്തിച്ചേരുന്നതാണ് ആരൂഢ പദവി. അവിടെ സമുച്ചയങ്ങളെ നിഷേധിക്കുന്നു. അല്ലെങ്കിൽ ആ ആരോഹണത്തിന് മുമ്പ് വരുന്ന അജ്ഞന്റെ അവസ്ഥ ഗാർഹസ്ഥ്യം, അവിടെയും സമുച്ചയിക്കാൻ ഒക്കത്തില്ല ജ്ഞാനത്തെ. കാരണം പൂർണ്ണ അജ്ഞാനിയാണ്. അവിടെ ജ്ഞാനത്തിന് സമുച്ചയിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അജ്ഞാനിയുടെ അവസ്ഥയിൽ ജ്ഞാനത്തെ സമുച്ചയിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ കർമ്മിയുടെ അവസ്ഥയിൽ ജ്ഞാനത്തെ സമുച്ചയിക്കാൻ പറ്റുന്നില്ല. ആരൂഢനായിരിക്കുന്ന ജ്ഞാനത്തിന്റെ അവസ്ഥയിൽ, ജ്ഞാനിയുടെ അവസ്ഥയിൽ ഈ കർമ്മത്തെ അവിടെ സമുച്ചയിക്കുന്നില്ല. അപ്പൊ ഋഷിമാരിലും മറ്റും കാണുന്ന കർമ്മമാണ് ഗാർഹസ്ഥ്യം. അപ്പൊ അതിന് ശങ്കരാചാര്യ പറഞ്ഞത് കർമ്മ ആഭാസമാണ്. അവിടെയൊന്നും കർമ്മമില്ല. ഋഷിമാരെല്ലാം അവിടെ കർമ്മം നമുക്ക് ആരോപിക്കാനും പറ്റും. വാസ്തവത്തിൽ അവിടെ കർമ്മമില്ല. അത് നമുക്ക് വരുന്ന സംശയമാണ്. ശങ്കരാചാര്യ ഇത്രയും കർശനമായിട്ട് ഗാർഹസ്ഥ്യത്തെയും സന്യാസത്തെയും വേർതിരിക്കുമ്പോൾ നമ്മുടെ ഈ ഋഷിമാരെല്ലാം കാണുന്നത് ഗൃഹസ്ഥാശ്രമികളായിട്ടാണ്. അപ്പൊ അതിനെ ഗൃഹസ്ഥാശ്രമമായിട്ട് ശങ്കരാചാര്യ അംഗീകരിക്കുന്നില്ല. ശങ്കരാചാര്യ വരുന്നതൊന്നും ഗൃഹസ്ഥാശ്രമമല്ല. ഋഷിമാര് ജ്ഞാനികളായി കാണുന്നുണ്ടെങ്കിലും അവര് ഗൃഹസ്ഥാശ്രമിയല്ല, അത്യാശ്രമികളാണ്. അതിന് കർമാഭാസമാണ്. ഗൃഹസ്ഥാശ്രമത്തിന്റെ ആഭാസം, ഒരു പ്രതീതിയാണ് അവിടെ കാണുന്നത്. കാരണം അവിടെ അജ്ഞാനമില്ലല്ലോ. അജ്ഞതയോടുകൂടി അവർ കർമ്മം ചെയ്യുന്നില്ല. പിന്നെ ജനകനെയും മറ്റും പോലെ അവർ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ധർമ്മമാണ്, ഗാർഹസ്ഥ്യ ധർമ്മമല്ല അവിടെ കാണുന്നത്. മറിച്ച് ജ്ഞാനിയിൽ കാണുന്ന കർമ്മങ്ങൾ അവിടെ നിഴല് പോലെ കാണുന്ന കർമ്മങ്ങളാണ്. അവിടെ സമുച്ചയമില്ല എന്നാണ് പറയുന്നത്. അതും ഉപനിഷത്തിന്റെ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വെച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ഒരു ഗൃഹസ്ഥാശ്രമി സന്യാസം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ജ്ഞാനത്തിന്റെ അപൂർണത കൊണ്ട് അയാൾ സന്യാസം സ്വീകരിക്കും. പക്ഷെ ഒരു ഗൃഹസ്ഥാശ്രമി ജ്ഞാനിയായി കാണുന്നുണ്ടെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമിയല്ല എന്നാണ്. അവിടെ ഗൃഹസ്ഥാശ്രമി എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ആശ്രമധർമ്മമില്ല, അയാളുടെ അജ്ഞാനമില്ല.
പിന്നെ ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടെങ്കിലോ അത് കർമ്മ ആഭാസം എന്നാ പറയുന്നത്. അവിടെ നമ്മൾ കരുതുന്നത് പോലെ അജ്ഞതയോടുകൂടി കർമ്മം ചെയ്യുന്നില്ല. അവിടെ ജ്ഞാനകർമ്മ സമുച്ചയമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ, കർമ്മസമുച്ചയം അവിടെ ഇല്ല. അത് ജീവൻ മുക്തനായ ഒരാളിന്റെ ആഹാര നീഹാര വ്യവഹാരങ്ങളെല്ലാം കാണുന്നത് അതുപോലെയുള്ളൂ. അതൊന്നും വാസ്തവത്തിൽ അവിടെ ഇല്ല, എന്നാലും ഉള്ളതായി തോന്നുന്നു. പരമാർത്ഥത്തിൽ സർവസംഘപരിത്യാഗിയായ സന്യാസിയും ഭിക്ഷാടനം, ആഹാരം കഴിക്കുന്നു, ഭിക്ഷാടനം ചെയ്യുന്നു, മറ്റു പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ ആ കർമ്മത്തിനും ഒരാൾക്ക് സംശയിക്കാം ജ്ഞാനകർമ്മ സമുച്ചയം. ഭിക്ഷാടനം സ്വീകരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ അയാൾ ജ്ഞാനമുണ്ടല്ലോ, അപ്പൊ ജ്ഞാനവും പ്രവൃത്തി ഒരുമിച്ച് വന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ. അവിടെ ജ്ഞാനം ആ കർമ്മ സമുച്ചയമില്ല. കാരണം അവിടെ വാസ്തവത്തിൽ ആ കർമ്മങ്ങളില്ല, പ്രാരബ്ധ ചേഷ്ട നടക്കുന്നതാണ്. അവിടെ അഹന്താപൂർവമായിട്ടുള്ള അജ്ഞാനപൂർവമായിട്ടുള്ള കർമ്മങ്ങളില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഉദാഹരണങ്ങൾ പുരാണങ്ങളിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എല്ലാം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ജ്ഞാനം മാത്രമേ ഉള്ളൂ, കർമ്മമില്ല. അതുകൊണ്ട് അവിടെ ജ്ഞാനകർമ്മ സമുച്ചയമില്ല. വസിഷ്ഠൻ പുരോഹിതനായിരുന്നു എന്ന് പറയുന്നു. സൂര്യവംശത്തിന്റെ പുരോഹിതനായിരുന്നു വസിഷ്ഠൻ എന്ന് പറയും. വസിഷ്ഠനെ ജ്ഞാനിയായിട്ടാ പറയും. വസിഷ്ഠൻ അരുന്ധതിയോടുകൂടി ഭാര്യാസമേതനായി ജീവിച്ചു എന്നും പറയും. അപ്പൊ അതെങ്ങനെ യോജിക്കും? അപ്പൊ അതിനും ശങ്കരാചാര്യരുടെ വിശദീകരണം ഇതാണ്. അതൊന്നും അവിടെയൊന്നും കർമ്മമില്ല, കർമ്മ സമുച്ചയമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ. മറ്റ് കർമാഭാസങ്ങൾ അങ്ങനെ കാണുകയാണ്. അത് സർവസംഘ പരിത്യാഗിയുടെ ഭിക്ഷാടനം പോലെയുള്ളൂ. അവിടെയൊന്നും കർമ്മത്തെ സമുച്ചയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. അപ്പൊ അവരെ പിന്നെ ഏത് വിഭാഗത്തിൽപ്പെടുത്തും? അവരെല്ലാം അത്യാശ്രമി എന്ന് പെടുത്തും. അപ്പൊ പിന്നെ ഗൃഹസ്ഥൻ എന്ന് പറയുന്നതോ ഇങ്ങനെ ഒരു ബോധം കൂടാതെ വേദം അല്ലെങ്കിൽ സ്മൃതികൾ പറയുന്ന വിധികളനുസരിച്ച് ധാർമ്മികമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നയാൾ, വേദാധ്യയനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്ത് വേദവിധിയനുസരിച്ച് ജീവിക്കുന്നവനാണ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. അങ്ങനെ ഗൃഹസ്ഥൻ എന്ന് പറയാൻ പറ്റും. അവിടെ കർമ്മമേ ഉള്ളൂ, ജ്ഞാനമില്ല. അതുകൊണ്ട് ജ്ഞാനകർമ്മങ്ങളെ അവിടെ സമുച്ചയിക്കാൻ പറ്റുന്നില്ല. ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് തന്നെ ഒരാൾ നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അയാൾക്ക് ചിത്തശുദ്ധി വന്ന് വിരക്തനായി അയാൾ ജ്ഞാനപ്രാപ്തി നേടി സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു, സർവകർമ്മത്യാഗം ചെയ്യുന്നു. അപ്പൊ പിന്നെ അയാൾ ജ്ഞാനിയായി, സന്യാസിയായി. അവിടെയും പിന്നെ കർമ്മങ്ങളില്ല. അതുകൊണ്ട് അവിടെയും പിന്നെ ഗൃഹസ്ഥധർമ്മങ്ങളൊന്നും അയാൾ അനുഷ്ഠിക്കുന്നില്ല, സന്യാസമായി. അപ്പൊ അവിടെയും സമുച്ചയമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ. ശങ്കരാചാര്യർ ഈ സന്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്മൃതികളിലും ഈ ഭാഷ്യത്തിനും സന്യാസത്തെക്കുറിച്ച് ചർച്ച വരുന്നിടത്ത് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഗൃഹസ്ഥന്റെ സന്യാസത്തെക്കുറിച്ചാണ്. ഗാർഹസ്ഥ്യത്തിൽ നിന്നുള്ള സന്യാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം, അതിനെക്കുറിച്ച് അധികം ഇവിടെ ചർച്ചകൾ വരുന്നുണ്ട്. ഗൃഹസ്ഥനും സന്യാസവുമായിട്ടുള്ള ബന്ധം, ഗൃഹസ്ഥൻ അതായത് കർമ്മിയും സന്യാസിയും തമ്മിലുള്ള ബന്ധമാണ്. ഗൃഹസ്ഥനാണ് കർമ്മി. ആ ഗൃഹസ്ഥ ആശ്രമത്തിൽ നിന്ന് അയാൾ സന്യാസത്തിലേക്ക് കടക്കുന്ന ഇതാണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ ശാസ്ത്രങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അതാണ് ഈ കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള സമുച്ചയം ആകാമോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ച വരുന്നതാണ്. അപ്പൊ ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കാത്ത ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങനെയുള്ള കർമാനുഷ്ഠാനം വരുന്നില്ല. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ വേദ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറയുന്ന പ്രധാനമായ കർമ്മങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചേ പറ്റൂ. കാരണം ഭാര്യാസമേതനായിരുന്നാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ അവിടെ കർമ്മ ജ്ഞാന സമുച്ചയങ്ങളെ ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വലുതായിട്ട്. അതുകൊണ്ട് ചർച്ച മുഴുവൻ ഗൃഹസ്ഥനെ സംബന്ധിച്ചാണ്. ഗൃഹസ്ഥന്റെ സന്യാസമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ചർച്ച. അപ്പൊ ശങ്കരാചാര്യർ പ്രധാനമായും പറയുന്നത് ഗൃഹസ്ഥനോട് അത് ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിക്കാനാണ് പറയുന്നത്. നമ്മളെ സ്മൃതികളിലും പ്രധാനമായും അത് വരുന്നതാണ്. പിന്നെ അങ്ങനെ
അല്ലാതെ ബ്രഹ്മചര്യത്തിൽ നിന്നൊരാൾക്ക് സന്യാസം സ്വീകരിക്കാം. അവിടെ ഈ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തി വരുന്നില്ല. ജ്ഞാനകർമ്മ സമുച്ചയം അതിന്റെ ചർച്ചയ്ക്ക് അവിടെ വലിയ പ്രസക്തി വരുന്നില്ല. കാരണം അങ്ങനെ വരുന്ന സകാമകർമ്മങ്ങളൊന്നും ബ്രഹ്മചാരി അനുഷ്ഠിക്കുന്നില്ല. വേദാധ്യയനം പൂർത്തിയായി സമാവർത്തനം ചടങ്ങ് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അതുവരെ ഇതുപോലെയുള്ള ജ്യോതിഷ്ഠോമം പോലെയുള്ള സകാമകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കുന്ന ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് അവിടെ ഈ ജ്ഞാനകർമ്മ സമുച്ചയം പോലെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മവിചാരം ചെയ്യുന്ന സാധകൻ ജ്ഞാനിയാകുന്നതുവരെ ചെയ്യുന്നതെല്ലാം കർമ്മ ഉപാസന സമുച്ചയത്തിൽ വരുന്നതാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാരണം ജ്ഞാനപ്രാപ്തി വരെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ നിഷ്കാമ കർമ്മം ഉപാസനയിൽപ്പെടുന്നതാണല്ല, അതിലേ വരുന്നു. അതാണ് അങ്ങനെ വരുന്നതാണ് ജ്ഞാനപ്രാപ്തി വരുന്നതുവരെ. ആത്മവിചാരം ചെയ്യുന്ന സാധനം ജ്ഞാനിയാകുന്നതുവരെ ചെയ്യുന്നതെല്ലാം കർമ്മ ഉപാസന സമുച്ചയത്തിൽ തന്നെയാണ് വരുന്നത്. ആ നിഷ്കാമ കർമ്മ നിഷ്കാമ ഉപാസന സമുച്ചയത്തിൽ വരുന്നു, അങ്ങനെ പറയാൻ പറ്റും. അതാണ് ശരി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധകനിൽ സർവകർമ്മ സന്യാസം വരുന്നില്ല. അപ്പം നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ വേദത്തിലും പറയുന്നുണ്ട് എന്താണ്? നിത്യ നൈമിത്തികയോരൈവ കുർവാണോ ദുരിതക്ഷയം. ദുരിതക്ഷയം, ദുരിതത്തെ നശിപ്പിക്കുവാൻ നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുക, കാമ്യകർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയും. അപ്പൊ ആ നിത്യനൈമിത്തിക കർമ്മങ്ങൾ അതേപടി വേദത്തിൽ പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇന്നില്ല. അപ്പൊ ഇന്ന് ഒരാൾക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതിനെ നമുക്ക് നിത്യനൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയാം. പ്രത്യേകിച്ച് കാമനകൾ, സ്വാർത്ഥമായ കാമങ്ങളൊന്നും കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പൊ ഇന്നൊരു സാധകനും ചെയ്യുന്ന അത് തന്നെയാണ്, നിത്യനൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുന്നു ദുരിതക്ഷയത്തിന് വേണ്ടി. കാമ്യനിഷിദ്ധങ്ങളെ വർദ്ധിക്കുന്നു. അപ്പോൾ അതോടൊപ്പം അയാൾ ദേവത ഉപാസന ചെയ്യുന്നു, ആത്മവിചാരം ചെയ്യുന്നു, വേദാന്തം ശ്രവിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഉപാസനയുടെ ഭാഗമായിട്ടേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ സാധാരണ ഒരു സാധകനിൽ വരുന്നത് ഈ ഉപാസന കർമ്മ സമുച്ചയമാണ് വരുന്നത്. കാരണം എന്തുകൊണ്ട്? ഈ സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാൾ അജ്ഞനാണ്, ജ്ഞാനിയല്ലല്ലോ. അപ്പൊ അജ്ഞാന വേളയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല, അത് ഈ നിഷ്കാമ കർമ്മ നിഷ്കാമ ഉപാസനയിൽ അന്തർഭവിക്കുന്നതേ ഉള്ളൂ, ജ്ഞാനപ്രാപ്തി വരുന്നതുവരെ. അതിന് കർശനമായ ഒരു അതിർവരമ്പില്ല. അജ്ഞാനത്തിൽ നിന്ന് പെട്ടെന്ന് ജ്ഞാനം, അങ്ങനെയല്ല, അത് ക്രമമായിട്ടാണ്. അജ്ഞാനത്തിൽ നിന്ന് ക്രമേണ ചിത്തശുദ്ധി ഉണ്ടാകുന്നു, ക്രമേണ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊരു അവസ്ഥയിലാണ് സാധാരണ ഒരു സാധകൻ നിൽക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സമുച്ചയമായി മാർഗം എന്ന് പറയുന്നത് സമുച്ചയമായിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. ഇനി അയാൾ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിവിധ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കർമ്മവും ഉപാസനയാണ് നിൽക്കുന്നത്. അപ്പോൾ മാർഗത്തിൽ അയാൾ കൂടുതലും നിൽക്കുന്നത് ഈ സമുച്ചയത്തിലാണ്, ഉപാസന നിഷ്കാമ കർമ്മ സമുച്ചയത്തിലാണ് പ്രായോഗികമായ ഒരാളെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ വേദാന്തമൊക്കെ പ്രസംഗിക്കുമ്പോൾ ജ്ഞാനിയാണെന്നുള്ള ഭാവത്തിലൊക്കെ പ്രസംഗിക്കും, അത് ഭക്തന്മാരെയൊക്കെ സന്തോഷിപ്പിക്കാനും അതൊക്കെയാണ്. പരമാർത്ഥത്തിൽ അങ്ങനെയല്ല, അജ്ഞാനിയായിട്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് അവരവരറിഞ്ഞിരുന്നാൽ മതി, പുറത്ത് പറയരുത്. അപ്പോൾ ഇത് തന്നെയാണ് അതിന്റെ ശരിയായി ഇരിക്കുന്നത് എന്നാണ്. അസത്യേ വത്മനി സ്ഥിത്വ തതസത്യം സമീഹത എന്ന് പറയും. എല്ലാത്തിനും പൊതുവായി പറയുന്നത് സത്യത്തെക്കുറിച്ച് അറിയുന്നതും സത്യത്തെക്കുറിച്ചുള്ള അനുഷ്ഠാനങ്ങളും അന്വേഷണവും എല്ലാം അസത്യത്തിൽ നിന്നും കൊണ്ടാണ് എന്ന് പറയും. അതാണ് അതിന്റെ പരമാർത്ഥം.
അതുകൊണ്ട് നമ്മൾ അദ്വൈതം പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാർഗം ശരിയാണ് എന്നൊന്നും ആരും സംശയിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ അവിടെ ആശയക്കുഴപ്പം വരുന്ന ഇതാണ്, നമ്മളിപ്പോൾ വിവേക ചൂടാമണിയോ അല്ലെങ്കിൽ ആത്മബോധമോ തത്വബോധമോ അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ആർക്കും തോന്നും, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, പഠിക്കുന്നവർക്കൊക്കെ തോന്നും താൻ ജ്ഞാനിയാണെന്ന് തോന്നും, ഒരു ഭ്രമമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയണം. ഞാൻ ആത്മാവാണ്, ജ്ഞാനിയാണെന്ന് തോന്നും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ബാഹ്യമായി ബലാത്കാരമായി ഉപേക്ഷിച്ചാൽ പോകുന്നതല്ല കർമ്മങ്ങളും. അപ്പം അങ്ങനെ ഉപേക്ഷിക്കുന്നില്ല. കർമ്മങ്ങളെന്ന് പറയുന്നത് ബാഹ്യമായ ത്യാഗം എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങളെ ബാഹ്യമായി ത്യജിക്കാൻ പറ്റും. ഈ നിത്യകർമ്മങ്ങളെന്ന് വേദത്തിൽ പറയും. എന്നുവെച്ചാൽ ജനിക്കുമ്പം തന്നെ നമ്മുടെ കൂടെ ഇരിക്കുകയാണ് കർമ്മങ്ങൾ. അതിലുള്ള കാമനകളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. എനിക്ക് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യേണ്ടെന്ന് വിചാരിക്കാൻ പറ്റും, പക്ഷെ ആ പ്രവൃത്തി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതിന് തെളിവെന്താണ്? ഉദ്യോഗം രാജിവെച്ചിട്ട് ആശ്രമത്തിൽ വന്നാലും അവിടെയും പണിയുണ്ട്, കക്കൂസ് വൃത്തിയാക്കാൻ പറയും. പണി അവിടെ വന്നില്ലേ, ജോലി വന്നില്ലേ, അല്ലെങ്കിൽ അടുക്കള പണി ചെയ്യാൻ പറയും. അപ്പൊ കർമ്മത്തെ നമുക്ക് അങ്ങനെ വലിച്ചെറിയാൻ പറ്റത്തില്ല. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു? നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. മറ്റത് കാമനയോടുകൂടി പ്രവർത്തിച്ചു നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. ആ നിസ്വാർത്ഥമായ പ്രവൃത്തിയാണ് നമ്മൾ ലോകസേവനം എന്നെല്ലാം പറയുന്നത്. കർമ്മം എന്തായാലും അവിടെ നിൽക്കും. അപ്പൊ കർമ്മം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ അജ്ഞതയുണ്ടെന്നാണ്. അപ്പൊ അവിടെ അതിനോടൊപ്പം ഉപാസനകളൊക്കെ സംശയിക്കാം, അങ്ങനെ ഒരു സാധന മാർഗത്തിൽ പോകാം. ഇത് അദ്വൈതത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒന്ന് തന്നെ. പിന്നെ താൻ ജ്ഞാനിയാണെന്ന് ഭ്രമിച്ചിട്ടൊരാള് കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നത് അതൊരു സാധനാ മാർഗമല്ല. മാത്രമല്ല അതൊരു വലിയ അബദ്ധമാണ്. അതുകൊണ്ട് അദ്വൈതം ആരെയും വഴിയാധാരമാക്കുന്ന ഒന്നല്ല. അങ്ങനെ ചിലർക്ക് ധാരണയുണ്ട്, സന്യാസിമാരെയും ബ്രഹ്മചാരികളെയൊക്കെ വഴിയാധാരമാക്കുന്നതാണ് അദ്വൈതം. നല്ല അബദ്ധ വിചാരമാണ്. ഇതിനെ പൂർണ്ണമായും മനസ്സിലാക്കാത്തതുകൊണ്ട് വരുന്ന തകരാറുകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 6 മന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇതിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ സംശയം വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? സംശയം വരുന്നത് ഈ 6 മന്ത്രങ്ങളും ചർച്ച ചെയ്യുന്നത് ഇത് മുമ്പ് പലതവണയും ഞാൻ ഇതിന്റെ ക്ലാസ്സുകൾ പല സ്ഥലത്തും എടുത്തിട്ടുണ്ട്, ഭാഷ്യം. അപ്പൊ അവിടെ പഠിക്കുന്നിടത്ത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംശയം വരും. ആ സംശയം വരുന്നത് അതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, ഇതിന്റെ ഈ വ്യാഖ്യാനം ഭാഷ്യം കേൾക്കുമ്പോൾ ആദ്യം സംശയം വരുന്നത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ള സംശയമാണ് ആദ്യം വരുന്നത്. അതാണിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഈ വ്യാഖ്യാനം ശരിയാണോ എന്ന് സംശയം വരും. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഇങ്ങനെ ഒരു സംശയം കൂടെ കിടക്കും, ഈ വ്യാഖ്യാനം ശരിയാണോ എന്ന് വെച്ചാൽ ഈ പറയുന്നത് ഭാഗികമായി കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൂർണ്ണമായി പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ട് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് സംശയത്തിൽ തന്നെ നിൽക്കും. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നതിന് അവിശ്വാസത്തോടു കൂടിയാണ്. ഇതാണോ ഇതിന്റെ വ്യാഖ്യാനം ശരിക്കും? സംഭൂതി എന്ന് പറഞ്ഞാൽ ഇതാണോ അർത്ഥം? അസംഭൂതി എന്ന് പറഞ്ഞാൽ ഇതാണോ അർത്ഥം? വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപാസനയാണോ? അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മമാണോ? ഇത്തരം സംശയങ്ങൾ മനസ്സിൽ നിലനിർത്തിക്കൊണ്ടാണ് ഇതിന്റെ വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. കാരണം മിക്കവാറും ഇതൊക്കെ എവിടുന്നെങ്കിലും വായിച്ചോ പ്രസംഗിച്ചോ ഒക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ആ കുറെ അറിവുകളിൽ വെച്ചുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ സംശയമാണ്. അങ്ങനെ സംശയിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് അങ്ങോട്ട് ബോധ്യപ്പെടത്തില്ല, എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നത്. ആദ്യം ഇത് അങ്ങനെ ഒരു സംശയ മനസ്ഥിതി ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഭാഷ്യകാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഏകാഗ്രതയോടുകൂടി ഇനിയൊന്ന് വായിച്ചു നോക്കിയാലും മതി. ഇതുവരെ കേട്ടതെല്ലാം പോട്ടെ. ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോട് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിലങ്ങനെ സംശയിക്കത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. അല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷെ അത് മനസ്സിലാക്കുന്ന പ്രയാസമുള്ള കാര്യമല്ല ഈ 6 മന്ത്രത്തിന്റെ അർത്ഥം.
അതിൽ 3 മന്ത്രങ്ങളിൽ ആദ്യത്തെ 3 മന്ത്രങ്ങളിൽ പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം, കാരണം ഇത് പലർക്കും സംശയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യത്തെ 3 മന്ത്രങ്ങളിൽ പറയുന്നത് കർമ്മത്തിന്റെയും ഉപാസനയുടെയും സമുച്ചയമാണ്. അതായത് അത് പ്രത്യേകം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഫലങ്ങളെ വേദത്തിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരുമിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉഭയം സഹവേദ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് സമുച്ചയം എന്നുള്ള ആശയം വരുന്നത്. യഹ തദ്വേദ ഉഭയം. ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരേ കാലത്ത് രണ്ടും അനുഷ്ഠിക്കുക, അതാണ് സമുച്ചയം എന്ന് പറയുന്നത്. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേകമായി അനുഷ്ഠിക്കുന്നതിൽ നിന്നും ശ്രേഷ്ഠമായ ഫലത്തെ ഉണ്ടാകും. അത് ഉപാസന, ആ ഉപാസനയിൽ തന്നെ ഹിരണ്യഗർഭ ഉപാസന, അതും കർമ്മവും, അത് ഒരുമിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് ബ്രഹ്മലോക പ്രാപ്തി വരെയുള്ള ഫലം ഉണ്ടാകാം. ആ ഉപാസന തന്നെ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധിയും ഈ ഉപാസനയിലൂടെ അതിന്റെ ഫലമായ ബ്രഹ്മലോക പ്രാപ്തി വരെ ഉണ്ടായി അവിടെ നിന്ന് അത് മോക്ഷത്തിനും കാരണമായി തീരും. അതുകൊണ്ടാണ് അതിന് അമൃതം അശ്വിനത്തെ എന്ന് പറഞ്ഞു, കർമ്മമുക്തിക്ക് വരെ കാരണമായി തീരും. ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏതെല്ലാം വേദശാഖകളിൽ എന്തെല്ലാം കർമ്മങ്ങളും ഉപാസനകളും പറയുന്നുണ്ടോ അതെല്ലാം ഇതുപോലെ ഒരുമിച്ച് അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഇന്ന കർമ്മം ഇന്ന ഉപാസന ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയുന്നില്ല. അതാത് വേദശാഖകളിൽ പറയുന്ന കർമ്മ ഉപാസനകളെ ഇതുപോലെ ഒരുമിച്ച് അനുഷ്ഠിച്ചാൽ അത് പ്രത്യേകം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് ശ്രേഷ്ഠമായ ഫലത്തെ ഉണ്ടാകും. എല്ലാ ഇതിനും അമൃതത്വ മോക്ഷഫലമല്ല, അത് എങ്ങനെ അനുഷ്ഠിക്കുന്നു അതിനനുസരിച്ചാണ്. ആ അനുഷ്ഠാനങ്ങൾ തന്നെ കാമനയോടുകൂടി അനുഷ്ഠിച്ചാൽ അവിടെ പറയുന്ന ശ്രേഷ്ഠമായ ഫലം ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അത് വേദങ്ങളിൽ തന്നെ കർമ്മങ്ങളെയും ഉപാസനകളെയും കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടും. പക്ഷെ ഈ പറയുന്ന ഉപാസന കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനും ശ്രേഷ്ഠമായ ഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന ഫലമാണെന്നോ പ്രത്യേകിച്ച് ഇന്ന കർമ്മങ്ങളും പ്രത്യേകിച്ച് ഇന്ന ഉപാസനകളുമാണെന്നോ ഇവിടെ പറയുന്നില്ല. ഇതൊരു പൊതു നിയമം പറയുകയാണ്. അത് ഏത് കർമ്മം ഏത് ഉപാസനയോട് അനുഷ്ഠിക്കണം, അതിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓരോരോ വേദശാഖകളിലെ കർമ്മ ഉപാസനകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പൊതു നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം തുടക്കത്തിൽ തന്നെ ജ്ഞാനമെന്നും കർമ്മമെന്നും പറയുന്ന 2 വിഷയങ്ങൾ വന്നു. ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്ന ഭാഗത്ത് ജ്ഞാനവും കുറുവന്നേവേഹ കർമാണി എന്ന് പറയുന്ന ഭാഗത്ത് കർമ്മവും, 2 വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് കർമ്മവും ഉപാസനയും അതെങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ള വിഷയം വന്നതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. ഇതുപോലെ തന്നെ വേദങ്ങളിൽ പറയുന്ന ഉപാസനകൾ സമുച്ചയിച്ച് അനുഷ്ഠിക്കേണ്ട ഉപാസനകളുണ്ട്. അത് അതാത് ശാഖകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉപാസനകളെ സമുച്ചയിച്ച് അനുഷ്ഠിച്ചാൽ പ്രത്യേകമായ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് ശ്രേഷ്ഠമായ ഫലം ഉണ്ടാകും. അങ്ങനെ ശ്രേഷ്ഠമായ ഫലത്തിൽ മുക്തിക്ക് ഉതകുന്ന ഫലങ്ങൾ വരെ വരും, സാക്ഷാത് മുക്തി ഉണ്ടായില്ലെങ്കിലും. അതിനാണ് ഇവിടെ ഉദാഹരണമായിട്ട് ആചാര്യസ്വാമികൾ പ്രകൃതി ഉപാസനയെയും ഹിരണ്യഗർഭ ഉപാസനയും എടുത്തു. ആ ഉപാസനകളിലൂടെ അത് മുക്തിക്ക് വരെ കാരണമായി തീരും. ക്രമമുക്തി അല്ലെങ്കിൽ മുക്തിക്ക് കാരണമായി തീരും. അതുകൊണ്ട് അതിന് അമൃതം എന്ന് പറഞ്ഞു. അതാണ് ഈ 2 മന്ത്രങ്ങളിലും പറയുന്നത്. അപ്പൊ ആദ്യത്തേൽ കർമ്മ ഉപാസന സമുച്ചയാനുഷ്ഠാനം, രണ്ടാമത്തേൽ ഉപാസന സമുച്ചയാനുഷ്ഠാനം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ഒന്നുകൂടി വായിച്ചു നോക്കുക, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിച്ചാൽ അത് വിശദമാക്കി തരാം. ഇനി അടുത്ത് വരുന്നത്, കാരണം ഇവിടെ ഉപാസനയെ കുറിച്ചാണ് പറഞ്ഞത്, ഉപാസകന്റെ മാർഗയാചനയാണ്. അതൊരു ഉപാസകന്റെ പ്രാർത്ഥനയാണ്. അതായത് ഉപാസകൻ തന്റെ ഉപാസനയെ അവസാനം അല്ലെങ്കിൽ തന്റെ ഉപാസനയോടെ ഒപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂടി നടത്തണമെന്നാണ് അടുത്ത് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഉപാസകന്റെ അന്തിമകാലം, മരണകാലത്ത്, കാരണം ഈ ഉപാസനകൾക്കെല്ലാം
മിക്കവാറും എല്ലാ ഉപാസനകളുടെയും ഫലം എന്ന് പറയുന്നത്, മുഖ്യഫലം എന്ന് പറയുന്നത് മരണശേഷം കിട്ടുന്നുള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നില്ല മുഖ്യഫലം. ഇപ്പൊ ഹിരണ്യഗർഭ ഉപാസനയുടെ മുഖ്യഫലം എന്ന് പറയുന്നത് ഹിരണ്യഗർഭലോക പ്രാപ്തി, അണിമാതി ഐശ്വര്യപ്രാപ്തിയാണ്. അല്ല, അണിമാതി ഐശ്വര്യപ്രാപ്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകാം. പക്ഷെ അതുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമേ ഉണ്ടാകത്തുള്ളൂ, ഗുണമുണ്ടാകത്തില്ല, അത് വഴിതെറ്റിക്കും. അതേ മുഖ്യഫലം എന്ന് പറയുന്നത് ഹിരണ്യഗർഭലോ പ്രാപ്തിയാണ്, മരണശേഷമേ ഉണ്ടാകത്തുള്ളൂ. മിക്കവാറും എല്ലാ കർമ്മഫലങ്ങളും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മരണശേഷമാണ്. പുത്രപ്രാപ്തി, ധനപ്രാപ്തി, ഇതിന് മഴ പെയ്യുന്നതിന് പോലും കർമ്മങ്ങളുണ്ട്. പക്ഷെ ഈ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം തന്നെ വേദത്തിൽ പറയുന്നത് ഈ ജന്മത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാത്തിനും മരണശേഷമാണ് പറയുന്നത്. അപ്പൊ ഈ ജന്മത്തിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ മഴ പെയ്യുന്ന, ഈ ജന്മത്തിൽ പെയ്യുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ പെയ്തെന്നിരിക്കാം, പെയ്തില്ലെന്നും വരാം. അപ്പോൾ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം, വൈദിക കർമ്മങ്ങളുടെ ഫലമെല്ലാം മുഖ്യമായും മരണശേഷമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉപാസന കർമ്മ സമുച്ചയം അനുഷ്ഠിക്കുന്ന ആള്, അയാളുടെ ആ ജീവന്റെ ഊർധ്വഗതിക്ക് ആ ഉപാസകന്റെ മരണസമയത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന അയാളിൽ നിലനിൽക്കണമെന്നാണ് ഇവിടെ പറയുന്ന പ്രാർത്ഥന. താൻ ചെയ്ത ഉപാസനയുടെ സംസ്കാരത്തെ അവസാന സമയത്ത് ജാഗ്രതാക്കി നടത്തണം. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവൻ എന്നെ പ്രാപിക്കുന്നു. അതേ തത്വം തന്നെ. ഉപാസകന്റെ സംസ്കാരങ്ങൾ മരണസമയത്ത് ജാഗ്രത ആയിരിക്കും, ഉപാസനാ സംസ്കാരമായിരിക്കും. അതിനനുസരിച്ചുള്ള അയാൾക്ക് ഫലം ഉണ്ടാകേണ്ടത്. ഉപാസകൻ, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നത് ഭാര്യ പുത്രാദികളെ കുറിച്ച് ചിന്തിക്കും. കാരണം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഇന്നേരെ കാണണം. എന്തുകൊണ്ട്? അയാൾ ജാഗ്രതാകുന്ന ആ സംസ്കാരം എന്ന് പറയുന്നത് സംസാരത്തിന്റെ സംസ്കാരമാണ്. ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കും. ബന്ധനങ്ങളെക്കുറിച്ചുള്ള സംസ്കാരമാണ് അയാൾ ജാഗ്രതയായി വരുന്നത്. അപ്പോൾ അടുത്ത് വീണ്ടും ആ ജീവൻ പോകുന്നത് ബന്ധനത്തിലേക്ക് തന്നെ. പക്ഷെ ഉപാസകൻ അത് പാടില്ല. ഉപാസനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതം മുഴുവൻ ചെയ്ത ആ ഉപാസനയുടെ സംസ്കാരം ജാഗ്രത ആവണം അവസാനം. അങ്ങനെ ജാഗ്രത ആകുന്നതിന് വേണ്ടി ആ ഉപാസനയോടൊപ്പം അയാൾ ചൊല്ലുന്ന മന്ത്രമാണ് അടുത്ത് പറയുന്നത് ഹിരണ്മയേന പാത്രേണ എന്ന് പറഞ്ഞ് തുടങ്ങി വരുന്ന മന്ത്രങ്ങൾ. ഈ മന്ത്രം ഇയാൾ ചൊല്ലുന്നതുകൊണ്ട്, ഉപാസനയുടെ ഭാഗമായി ഈ മന്ത്രവും ഉച്ചരിക്കുന്നതുകൊണ്ട് ഈ സംസ്കാരമായിരിക്കും ഉപാസന ഉണ്ടാകുന്നത് മരണസമയത്ത്. ഇപ്പൊ ഭാര്യയെ കാണണമെന്നോ മക്കളെ കാണണമെന്നുള്ള ആഗ്രഹമല്ല, ഈ സംസ്കാരമായിരിക്കും ഉള്ളിൽ വരുന്നത്. ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? താൻ ചെയ്തിട്ടുള്ള എല്ലാം സ്മരിക്കുക എന്നാണ്. താൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഉപാസനകളെയും കർമ്മങ്ങളെയും എല്ലാം സ്മരിക്കണം എന്നാണ്. അപ്പൊ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള കൃതം സ്മര കൃതോ സ്മര, കൃതം സ്മര കൃതോ സ്മര എന്നാണ്. അപ്പൊ താൻ ചെയ്ത എല്ലാ കർമ്മ ഉപാസനകളെയും സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഉപാസനകളുടെയും സംസ്കാരങ്ങൾ തന്റെ അന്ധകരണത്തിൽ ജാഗ്രതയായി നിൽക്കട്ടെ എന്നാണ്, ഉണർന്നിരിക്കട്ടെ എന്നാണ്. സംസ്കാരങ്ങൾ രണ്ടു തരത്തിലിരിക്കുന്നു അന്ധകരണത്തിൽ, ഒന്ന് സുപ്തമായി, മറ്റൊന്ന് ജാഗ്രതയായി. ഇത് യോഗശാസ്ത്രത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അന്ധകരണത്തിൽ വളരെയധികം സംസ്കാരങ്ങളുണ്ട്, അനന്ത ജന്മങ്ങളിലെ സംസ്കാരങ്ങൾ. പക്ഷെ ഈ സംസ്കാരങ്ങളെല്ലാം സുപ്തമാണ്, ലീനം, സുപ്തം എന്നെല്ലാം പറയും, ലീനമാണെന്നല്ല. അതുകൊണ്ട് ആ സംസ്കാരങ്ങൾ, ലീനമായിരിക്കുന്ന സംസ്കാരങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. ആ ലീനമായിരിക്കുന്ന സംസ്കാരം ജാഗ്രതയായി പ്രവർത്തിക്കുന്നതാണ് അടുത്ത ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജന്മം കൊടുക്കാൻ വേണ്ടി ഈ സുപ്ത സംസ്കാരങ്ങൾ ജാഗ്രതാവും. അങ്ങനെ ജാഗ്രതാകുന്ന സംസ്കാരത്തിനാണ് നമ്മൾ സാധാരണ പറയുന്നത് പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മളിൽ ജാഗ്രതായിരിക്കുന്ന കർമ്മങ്ങളനുസരിച്ചാണ് നമ്മുടെ എല്ലാ ചേഷ്ടകളും, വാക് മനോ കായ കർമ്മങ്ങളെല്ലാം ജാഗ്രതായ സംസ്കാരം അനുസരിച്ചിട്ടാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്.
ഇതേ സമയം തന്നെ നമ്മളിൽ സുപ്തമായ സംസ്കാരങ്ങളുണ്ട്. അതായത് ഒരു സിംഹത്തിന്റെയോ ഒരു ദേവന്റെയോ അതായത് ഒരു മൃഗത്തിന്റെയോ ദേവന്റെയോ സംസ്കാരം നമ്മളിൽ സുപ്തമായി കിടപ്പുണ്ട്. സുപ്തമായിരിക്കുന്നതുകൊണ്ട് ഈ സമയം നമുക്ക് സിംഹമാകാനോ ദേവനാകാനോ പറ്റുന്നില്ല. അസമയം ഈ സമയം ജാഗ്രത ആയിരിക്കുന്നത് മനുഷ്യ സംസ്കാരമാണ്. അതിൽ തന്നെയുള്ള പുണ്യപാപങ്ങളുടെ സംസ്കാരം. അതുകൊണ്ടിപ്പോൾ മനുഷ്യനായിരിക്കുന്നു, മനുഷ്യജന്മത്തിന്റെ പ്രാരബ്ധത്തിലിരിക്കുന്നു. അപ്പോൾ ഈ സംസ്കാരം, സുപ്തമായിരിക്കുന്ന സംസ്കാരം ജാഗ്രത ആവുന്ന എപ്പോൾ? മരണസമയത്ത് എന്നാണ് പറയുന്നത്. മരണസമയത്ത് അത് ജാഗ്രത ആവുന്നു. ജാഗ്രത ആയിട്ട് അതിനനുസരിച്ചുള്ള ജന്മത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഉപാസനകളും മരണസമയത്ത് ജാഗ്രത ആവണം. ആ ജാഗ്രത ആവുന്നതിന് വേണ്ടി അടുത്ത ജന്മത്തിന് കാരണമായിട്ട് ചിലപ്പോൾ അടുത്ത് വരുന്നത് അയാൾക്ക് കിട്ടുന്നത് ഹിരണ്യഗർഭലോകത്തുള്ള ജന്മമായിരിക്കും. അപ്പം മരണസമയത്ത് അത് ജാഗ്രതയായി അതിനനുസരിച്ച് അവിടേക്ക് പോകും. അതിന് യോഗികളുടെ ജന്മത്തെക്കുറിച്ച് പറയുന്നതിനാണ് തൃണജളൂക ന്യായം എന്ന് പറയുന്നത്. യോഗികളുടെ ജന്മത്തെക്കുറിച്ച് പറയുന്നത് അതായത് തൃണജളൂകം, ഒരു പുല്ലിന്റെ ഇലയിലിരുന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ജാതിപ്പുഴു. അത് മുൻകാല് ഉറപ്പിച്ചിട്ട് പിൻകാല് എടുത്ത് സഞ്ചരിക്കുന്നു, ശരീരത്തെ വളച്ച് വളച്ച് സഞ്ചരിക്കുന്നു. അപ്പൊ അതുപോലെയാണ് യോഗികളുടെ ജന്മം പോകുന്നതെന്നാണ്. അപ്പൊ അവസാന സമയത്ത് സംസ്കാരം ജാഗ്രത ആകുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് ഈ സംസ്കാരം കൊണ്ട് അടുത്ത ജന്മത്തെ സ്വീകരിച്ചുകൊണ്ട് യോഗി ഈ ശരീരം വിട്ടുപോകും. അത് അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അതായത് സാധാരണ ജീവൻ മരിക്കുന്ന പോലെ പ്രേതാവസ്ഥ, പിതൃലോകാവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും യോഗികൾക്കില്ല. ഇതുപോലെയുള്ള കർമ്മ ഉപാസകന്മാർക്കില്ല. സാധാരണ മനുഷ്യൻ മരിച്ചാൽ അങ്ങനെയല്ല. ചിലപ്പം അറുകുലയായിട്ടും ചാത്തനായിട്ടും ഒക്കെ അലഞ്ഞു നടക്കും. യക്ഷിയായിട്ടും ഭൂതമായിട്ടും പ്രേതമായിട്ടും ഒക്കെ നടക്കും. കാരണം അവിടെ ഇങ്ങനെ പോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, അവർക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങ് ശ്രേഷ്ഠമായ ആ ജന്മത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ സംസ്കാരം മുഴുവൻ ജാഗ്രത ആവണം. അതിനു വേണ്ടിയിട്ട് ഉപാസനയോട് ചേർന്ന് ഈ മന്ത്രം ചൊല്ലുന്നു, മരണസമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നു. ഇതിന്റെ സംസ്കാരമെങ്കിലും മനസ്സിൽ വരുന്നു. നാക്കുകൊണ്ട് ചോദിക്കും, ബോധം കെട്ടാണ് മരിക്കുന്നെങ്കിൽ ഒരാൾ ചോദിക്കുന്നു. ഓമെന്ന് മരിച്ചുകൊണ്ട് ഓമെന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ പറഞ്ഞു. ഭഗവാൻ തന്നെ പറഞ്ഞു, ബോധം കെട്ടിട്ടാണ് മരിക്കുന്നെങ്കിൽ എങ്ങനെ ഓമെന്ന് ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. അത് ചൊല്ലേണ്ട ആവശ്യമില്ല. ഓമെന്ന് ചൊല്ലിയില്ലെങ്കിലും ആ സംസ്കാരം ഉള്ളിൽ ജാഗ്രത ആവും. വാക്കുകൊണ്ട് പറയണമെന്നില്ല. സംസ്കാരം ജാഗ്രത ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപാസനയ്ക്കനുസരിച്ച് അടുത്ത ജന്മം കിട്ടുന്നു, ശ്രേഷ്ഠമായ ജന്മം കിട്ടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതും പൊതുവായൊരു നിയമം പറയുകയാണ്. എല്ലാ ഉപാസകനും അവന്റെ അന്തിമ സമയത്ത് ആ ഉപാസനയ്ക്കനുസരിച്ചുള്ള അയാളുടെ സംസ്കാരങ്ങളായിരിക്കും ജാഗ്രത ആയിരിക്കുന്ന, അതനുസരിച്ചുള്ള ജന്മമായിരിക്കും അയാൾക്ക് അടുത്തുണ്ടാകുന്നത് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ വിഷയം നമ്മൾ അടുത്ത മന്ത്രവും അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യും.